ആരും സ്മാർട്ട് ഫോൺ വാങ്ങല്ലേ. സാംസങ്ങിന് ഈ രണ്ട് മച്ചാന്മാർ വരുന്നുണ്ട്. ഇവന്മാർ വന്ന കളി മാറും. നമ്മൾ സാധാരണ രീതിയിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്താണ് 2019 സാംസങ് ഈ ഒരു ഐറ്റം ഇറക്കി വിട്ടത്. അന്ന് തന്നെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു സ്മാർട്ട് ഫോൺ യൂസേജിന്റെ ലെവൽ മാറ്റിക്കൊണ്ടായിരുന്നു സാംസങ്ങിന്റെ വരവ്. 2020 അതിന്റെ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ സാംസങ് അൾട്രാ തിൻ ഗ്ലാസ് ഇൻട്രോഡ്യൂസ് ചെയ്തു. അതേപോലെ 6.4 കവർ സ്ക്രീനും സ്നാപ്ഡ്രാഗൺ 865+ കൊണ്ടുവന്നിരുന്നു. ഇനി ഇതിന്റെ തേർഡ് ജനറേഷൻ നോക്കുവാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ഫോൾഡബിൾ ഫോൺ വാട്ടർ പ്രൂഫിൽ വരുന്നത്. IPX8 ആദ്യമായിട്ട് ഫോൾഡബിൾ ഫോൺ കൊണ്ടുവരികയുണ്ടായി. പിന്നെ ആദ്യമായിട്ടാണ് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നത്. ഇതേവരെ ഇപ്പോഴും സാംസങ്ങിന് മാത്രമേ ഉള്ളൂ. ഇനി ഫോർത്ത് ജനറേഷൻ നോക്കുവാണെങ്കിലോ ബെറ്റർ ഹിൻഡ് സപ്പോർട്ട് അതുപോലെ S Penന്റെ സപ്പോർട്ടും എയർ ജസ്റ്റേഴ്സും ഒക്കെ വന്നിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷമാണ് അവരുടെ ഫിഫ്ത് ജനറേഷൻ ഓഫ് ഫോൾഡബിൾ ഫോൺ സാംസങ് ഇറക്കി വിട്ടത്. ഇതായിരുന്നു അന്നത്തെ ലൈറ്റസ്റ്റ് ഫോൾഡബിൾ ഫോൺ. അതേപോലെ നമുക്ക് സീറോ ഗ്യാപ്പ് ഹിഞ്ച് ആയിരുന്നു ഈ ഒരു ഡിവൈസിൽ വന്നിരുന്നത്. പിന്നെ അൾട്രാ പ്രീമിയം ഡിസൈനും അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സും ആയിരുന്നു ഈ ഒരു ഫോൺ ഉണ്ടായിരുന്നത്. ഇനി അടുത്ത മാസം ഇവരുടെ സിക്സ് ജനറേഷൻ ഓഫ് ഫോൾഡബിൾ ഫോൺസ് വരികയാണ്. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ ഗാലക്സി ഐ അതിൽ വരുന്നുണ്ട്. അതിൽ തന്നെ ലൈവ് ട്രാൻസ്ലേറ്റ് ആയി നമുക്ക് കോളിലും അതേപോലെ ഇമേജസിലും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സർക്കിൾ ടു സെർച്ച് ഫീച്ചറും അതിൽ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ